താൽക്കാലികമായ വെടിനിർത്തലാണോ ഇത് എന്നതും പ്രശ്നമാണ്. ആത്യന്തികമായി നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതുപോലെ 2 രാഷ്ട്രമായി ഇത് നിൽക്കുമോ, 3 രാഷ്ട്രത്തിൻ്റെ ആവശ്യമുണ്ടോ? ജെറുസലേം എന്ന് പറയുന്ന സ്ഥലം 2 കൂട്ടർക്കും അതിവൈകാരികമായ സ്ഥലമായി 2 കൂട്ടരുടെയും ആത്മീയ കേന്ദ്രമായി നിൽക്കുമ്പോൾ യേശുവിൻ്റെയും ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും ജെറുസലേമിൽ, മുസ്ലിങ്ങളുടെ മക്കയും മദീനയും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നബി തിരുമേനിയുമായി ബന്ധിപ്പിച്ച് ചിന്തിക്കുന്ന ജെറുസലേമിൽ എന്തായാലും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒരുപോലെ ആ മണ്ണിന് അവകാശം പറയുമ്പോൾ എങ്ങനെയാണ് ഇതൊക്കെ പരിഹരിക്കുക എന്നുള്ളത് അതീവ ഗൗരവതരമായ പ്രശ്നമാണ്. താൽക്കാലികമായി ട്രംപ് പറഞ്ഞതിൻ്റെ പേരിൽ ചർച്ചകൾ നടന്ന് ഒരു വെടിനിർത്തൽ വരുകയാണെങ്കിലും വലിയ വിലയാണ് ഇസ്രായേൽ കൊടുക്കേണ്ടി വരുന്നത്. ഇസ്രായേൽ വലിയ തോതിലാണ് ഈ നടപടികൾ ആരംഭിച്ചത്. പക്ഷേ എന്തായാലും ഇസ്രായേൽ മന്ത്രിസഭ ഇത് അംഗീകരിച്ച സാഹചര്യത്തിൽ പുതിയ പ്രകാശവും പുതിയ വെളിച്ചവും വരുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഹമാസും ഇത് തത്വത്തിൽ അംഗീകരിച്ചു എന്നാണ് അറിയുന്നത്. അപ്പോൾ ഇനി നടപടികൾ ഉണ്ടാവണം, അതാണ് വളരെ പ്രധാനം. ഹമാസിൻ്റെ ഭാഗത്തു നിന്ന് അവരുടെ ഭരണകൂടവും അവരുടെ ചിന്തകളും അവരുടെ ആളുകളും ഇരുന്ന് ചർച്ച ചെയ്ത് അവിടെ നിന്ന് നടപടി ഉണ്ടാകണം. അങ്ങനെ 2 സ്ഥലത്തും നടപടി ഉണ്ടായാൽ തീർച്ചയായും ഈ 72 മണിക്കൂറിൻ്റെ കഥയൊക്കെ വലിയ വിഷയമല്ല. 72 മണിക്കൂർ കഴിഞ്ഞു ശരിക്കും, പക്ഷേ അപ്പോൾ അതിന് വലിയ വിഷയമല്ല. കാരണം 72 മണിക്കൂറിനകത്ത് മറുപടി പറയണമെന്നേ പറഞ്ഞിരുന്നുള്ളൂ, ആക്ഷൻ വരണമെന്നില്ലായിരുന്നു. പക്ഷേ മറുപടി പറഞ്ഞു. ഹമാസ് 72 മണിക്കൂറിനകത്ത് തന്നെ മറുപടി പറഞ്ഞു. അങ്ങനെ 72 മണിക്കൂർ കൊണ്ട് മറുപടി പറയണം, അല്ലെങ്കിൽ ഹമാസിനെയും ഗാസയെയും ഒക്കെ തകർത്ത് കളയുമെന്ന് ട്രംപും കൂടി പറഞ്ഞപ്പോഴാണ് അതിനൊരു മാനം കൂടിയത്. എന്തായാലും സമാധാനത്തിലേക്ക് പോകുന്നു രാജ്യം, പശ്ചിമേഷ്യ റീജിയൻ സമാധാനത്തിലേക്ക് പോകുന്നു എന്ന് തന്നെയാണ് കേൾക്കുന്നത്. ഇനി അപ്പോൾ സിറിയയുണ്ട്, അതുപോലെ തന്നെ ഖത്തറുണ്ട്, ഒരുപാട് രാജ്യങ്ങൾ അംഗരാജ്യങ്ങളെപ്പോലെ നിൽക്കുന്ന രാജ്യങ്ങളുണ്ട്, നാറ്റോ സഖ്യമുണ്ട്, കുറേ അധികം രാജ്യങ്ങൾ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളുണ്ട്, കുറേ അധികം രാജ്യങ്ങൾ പാലസ്തീനിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രാജ്യങ്ങളുടെയൊക്കെ പുതിയ നിലപാട് എന്ത് എന്നറിയേണ്ടതുണ്ട്. ഇന്ത്യയെപ്പോലുള്ള രാജ്യങ്ങൾ പലപ്പോഴും ഒരു സഹതാപം, പാലസ്തീനോടൊരു സഹതാപവും, പാലസ്തീൻ വരികയാണെങ്കിൽ വരട്ടെ എന്നുള്ള സമീപനവും, എന്നാൽ പല കരാറുകളും ഇടപാടുകളും കൊണ്ട് ഇസ്രായേലിനോടുള്ള ശക്തമായ വിധേയത്വമല്ല അവരുടെ താല്പര്യവും. അപ്പോൾ ഇത് രണ്ടും ഇന്ത്യക്കുണ്ട്.